പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞതുപോലെ ഏറെ സന്തോഷത്തോടു കൂടിയും അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഏകദേശം 7 വർഷങ്ങൾക്ക് മുൻപ് ഇക്കിഗായി എന്ന ഈ ഒരു ആശയത്തിന് തുടക്കമിട്ട് നമ്മൾ അന്ന് മനസ്സിൽ കണ്ടതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം അഭിമാനമുണ്ട്. ഒപ്പം തന്നെ PSLന്റെ ആദ്യ ബാച്ചിൽ ഒരു അംഗം എന്ന രീതിയിൽ ഈ രീതിയിലേക്ക് എന്നെ പ്രാപ്തനാക്കിയത് ഇക്കിഗായി PSL ആണ്. അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട്. ഇവിടെ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഒരു പ്രാസംഗികൻ ഏത് രീതിയിൽ വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സ്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുക എന്നുള്ളതാണ്. അപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അപ്പിയറൻസിലും മാറ്റം വരുത്താൻ പറ്റും. ഈ 80% ബോഡി ലാംഗ്വേജിലാണ് ശ്രദ്ധ എന്ന് പറയുമ്പോൾ ഈ 80% നമ്മളെ ബോഡിയെ ഭംഗിയായിട്ട് കവർ ചെയ്യുന്നത് കോസ്റ്റ്യൂംസ്. ഫസ്റ്റ് ലുക്കിൽ നമ്മൾ നല്ല കോസ്റ്റ്യൂംസ് ധരിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് കാണാനും സംസാരിക്കാനൊക്കെ ആത്മവിശ്വാസം കൂടും. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് വസ്ത്രധാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടുവന്നത്. ഇനി നമ്മളൊക്കെ നമ്മളെ വാർഡ്രോബിലേക്ക് ഒന്ന് നിങ്ങളൊക്കെ ഓരോ വീട്ടിലെ നിങ്ങൾ അലമാരിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കും, എങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സുകൾ നിൽക്കുന്നത്. എല്ലാ ആളുകളുടെയും അലമാര ഒന്ന് മനസ്സിൽ കാണാം. ഇതൊന്ന് ചെറിയ രീതിയിൽ അടുക്കും ചിട്ടയിൽ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ നമുക്കും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാൻ പറ്റും. ഈ സാധനത്തിന് ഈ പറഞ്ഞ മെറ്റീരിയൽസ് മുഴുവനും ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് അടുക്കി വെക്കാൻ നിങ്ങളെ മനസ്സുകൊണ്ട് ശ്രമിച്ചു നോക്കാം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച എത്ര സാധാരണക്കാരായാലും ഒരു 8 ജോഡി ഡ്രസ്സുകൾ ഉണ്ടാവില്ലേ? 8 ജോഡി ഡ്രസ്സ് മതി. അതിൽ ഒഴിവാക്കേണ്ട ഡ്രസ്സുകൾ പാൻറ്റോ ഷർട്ടോ ഇന്നർവെയറോ വാട്ടെവർ ഏതായാലും ഒഴിവാക്കണം. അത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് കൊടുക്കണം. 8-9 ജോഡി ഡ്രസ്സുകൾ മാത്രമേ നമുക്ക് പാടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? ആഴ്ചയിൽ 1 തവണ 2 തവണയോ എന്ത് ചെയ്യണം? അയൺ ചെയ്യണം. അയൺ ചെയ്തിട്ട് അത് ഭാര്യയും ഭർത്താവും ജോലിയുള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പുറത്ത് അയൺ ചെയ്യാൻ കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ദിവസവും രാവിലെ എന്നും ബഹളമായിരിക്കും. അതിന് കുറച്ച് കംപ്ലൈന്റ് വന്നാലും നിങ്ങളെ ജീവിതം സുഖകരമാവും. സത്യം, ഓരോ വീട്ടിലും ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് രാവിലെയാണ്. കുട്ടികളെ സ്കൂളിലേക്ക് പോകുന്നത്, അവര് നമ്മുടെ ഡ്രസ്സ് അയൺ ചെയ്തിട്ടുണ്ടാവില്ല. അയൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചുളിവ് നീർന്നിട്ടുണ്ടാവില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കരുതിയ പോലെയല്ല, കരുതിയ ഡ്രസ്സ് ആയിരിക്കില്ല അയൺ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എന്തിനാണ് ഇത്ര പ്രയാസം ഉണ്ടാക്കുന്നത്? പുറത്ത് കൊടുത്തു കഴിഞ്ഞാല് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മളെ വാർഡ്രോബിൽ ഇങ്ങനെ ഷർട്ടുകൾ ഇങ്ങനെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പാൻറ്റുകൾ വെച്ചിട്ടുണ്ടാവും, ഒപ്പം തന്നെ ഇന്നർവെയർ വെച്ചിട്ടുണ്ടാവും, വാച്ച് വെച്ചിട്ടുണ്ടാവും, പെർഫോമൻസ് ഉണ്ടാവും, ചപ്പലുണ്ടാവും. ഒരു 3-4 വിധം, ഒരു 2-3 ഷൂ, 1-2 ചപ്പൽ വേണം. അതുപോലെ തന്നെ വാച്ച് 2-3 വാച്ച് വേണം, സ്ട്രാപ്പ് വേണം. ഇപ്പൊ നോക്കൂ, ഞാൻ സാധാരണ ചെയിൻ വാച്ചാണ് ഉപയോഗിക്കാറുള്ളത്, ഇതിലേക്ക് സ്ട്രാപ്പാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2-3 വാച്ചുകൾ വേണം, ബെൽറ്റ് വേണം. ഇങ്ങനെ നല്ല രീതിയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ 8ഓളം ഡ്രസ്സുകൾ, ജോഡി ഡ്രസ്സുകൾ അയൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പാൻറ് ഉണ്ടാവും, ഷർട്ട് ഉണ്ടാവും, ഇന്നർവെയർ ഉണ്ടാവും, വാച്ച് ഉണ്ടാവും, താഴെ ഭാഗത്ത് ചപ്പൽ വെക്കണം. കാരണം അത് നിങ്ങൾ നോക്കുമ്പോഴാണ് നാളത്തെ പരിപാടി അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടി, ഈ പരിപാടിയിലേക്ക് ഇന്ന ഡ്രസ്സ് ഇടണമെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. ആ പ്ലാൻ ചെയ്യുമ്പോൾ ആ ഷർട്ടുകൾ നോക്കി, ആ ഷർട്ടിന് പറ്റാവുന്ന പാൻസിന്റെ കളർ നോക്കി, അതിന് പറ്റാവുന്ന ഷൂ നോക്കി, അതൊക്കെ വെയർ ചെയ്ത് നിങ്ങൾ മിററിന്റെ മുന്നിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ട്. ആ ആത്മവിശ്വാസത്തിലായിരിക്കും അന്നത്തെ ദിവസത്തിൽ നിങ്ങളുടെ പ്രോഗ്രാം ബെറ്റർ ആകുക. താങ്ക് യു.